വലിയൊരു വിഷമവും പ്രയാസവുമുള്ള ഒരു സാഹചര്യമാണ്. 71 ദിവസം നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. എല്ലാ വിശ്വാസികളും, കേരളത്തിലുള്ളതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാർ, അതിൽ മതമില്ല, എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ആ സഹോദരനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടണം. മരണപ്പെട്ടു എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ. പക്ഷെ എങ്ങനെയെങ്കിലും ആ ബോഡിയെങ്കിലും കിട്ടിയാൽ ആ കുടുംബത്തിനൊരു ആശ്വാസം, ഒരു സമാധാനം. അതിലേറെ ആശ്വാസമാണ് മനാഫ് എന്ന് പറയുന്ന സഹോദരന് കിട്ടുന്ന സമാധാനം. മീഡിയയിലൂടെ നമ്മളെല്ലാവരും ആ ചെറുപ്പക്കാരനെ കണ്ടില്ലേ? എത്ര വലിയൊരു ഈമാനാണ്, എത്ര വലിയൊരു മാനവികതയാണ് ആ സഹോദരൻ വിളിച്ചോതിയത്. എവിടുന്ന് കിട്ടിയ ആ സഹോദരന് ഇത്ര വലിയ ആത്മധൈര്യം? പരിശുദ്ധ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു കൊടുത്ത ആത്മീയ വീര്യമാണെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശ്വാസികൾക്ക് പ്രവാചകൻ കൊടുത്ത ആത്മവീര്യമാണ്. തന്റെ സഹോദരനെ, കൂടപ്പിറപ്പിനെ, തന്റെ ജോലി ചെയ്യുന്ന കീഴ് ജീവനക്കാരനെ സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് നിർത്താനുള്ളതാകുന്ന മാനസികമാകുന്ന ഒരു കഴിവ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു ഒരു സഹോദരനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ആ സഹോദരൻ അവരനാകുന്ന മറ്റൊരു സഹോദരന്റെ വിഷയത്തിൽ പരിപൂർണമായി നിലനിൽക്കുന്ന കാലഘട്ടത്തോളമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഹദീസിൻ്റെതാകുന്ന അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് മനാഫ്. കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന ഗംഗാവലിയുടേതാകുന്ന നദിയുടെ തീരത്ത് കഴിഞ്ഞ 71 ദിവസം തപസ്സിരിക്കാൻ ഒറ്റ ഇരുത്തം അവിടെ തന്നെ കൂടി. തന്റെ കൂട്ടുകാരനായി, തന്റെ ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ലോറി ഓടിക്കുന്ന പാവപ്പെട്ട അർജുനൻ എന്ന് പറയുന്ന കാരന്തൂര് പരിസരത്തുള്ള കോണോട്ട് എന്ന് പറയുന്ന മഹലിൻ്റെതാകുന്ന ഒരു ഭാഗത്ത് ജീവിക്കുന്ന സഹോദരനെ, അദ്ദേഹത്തെ ഒന്ന് കാണണം, അദ്ദേഹത്തിൻ്റെതാകുന്ന ശരീരമൊന്ന് കണ്ടെടുക്കണം, ഓനെ തിരിച്ചു കിട്ടാതെ ഓനുമായിട്ടല്ലാതെ ഞാൻ മടങ്ങൂല എന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തതാകുന്ന വാക്കാണെന്ന് പറഞ്ഞു നിൽക്കാൻ. മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ വാക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അദ്ദേഹം ഹൃദയം തൊട്ട് പറയുന്നതാണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും അർജുനൻ എന്ന സഹോദരനെ ഏറ്റെടുത്തത്, മനസ്സുകൊണ്ട് സ്നേഹിച്ചത്. അതേ ദിവസം തന്നെ മീഡിയക്കാര് ഇന്നലത്തെ ദിവസം ആ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ആ വീട്ടിലേക്ക് വന്നു ചേർന്നത്. മലപ്പുറം ജില്ലയിലെ തൊപ്പിവെച്ച ഒരു ഓട്ടോക്കാരനാകുന്ന ഒരു സഹോദരൻ തന്റെ കൂടെയുള്ളതാകുന്ന സഹോദരങ്ങളാകുന്ന ഓട്ടോ തൊഴിലാളികളുമായി അവിടെ വന്ന് നിൽക്കുന്നതും മീഡിയയിലൂടെ നമ്മൾ കണ്ടു. ചോദിച്ചു, മീഡിയക്കാർ എന്തിനാണ് നിങ്ങൾ വന്നത്? അർജുനുമായി വല്ല ബന്ധവുമുണ്ടോ? എന്തെങ്കിലും സാമ്പത്തിക ഇടപാട്, എന്തെങ്കിലും ജീവിതത്തിൽ എന്താണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം? പറഞ്ഞത്, ഒരു സാമ്പത്തിക ഇടപാട്, ഒരു വിഷയങ്ങളുമില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടപ്പിറപ്പായിട്ട് കൊണ്ടു സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചു. കഴിഞ്ഞ 71 ദിവസം ഞങ്ങളൊക്കെ പ്രാർത്ഥനയിലാണ്. ഞാൻ രാവിലെ 3 മണിക്ക് എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഓട്ടോ ഓടിച്ചെത്തിയതാണെന്ന് ആ സഹോദരൻ പറയാ. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാടിന്റെ മതസൗഹാർദ്ദവും ഈ നാടിൻ്റെതാകുന്ന മതമൈത്രിയും വിളിച്ചോതുന്ന രംഗമാണ് അവിടെ കാണുന്നത്. തികച്ചും മാനവീകതമാകുന്ന ജീവിതം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി അനുധാവനം ചെയ്യാൻ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് വലിയ സ്ഥാനം ചെലുത്താൻ അർജുൻ എന്ന സഹോദരന് കാരണമായത് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഉമ്മമാരും, ഓരോ ഉപ്പമാരും ജാതിമത ഭേദമന്യേ വർഗവ്യത്യാസമില്ലാതെ, വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവരും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് നിലകൊണ്ടത് കൂടപ്പിറപ്പാണ് എന്നുള്ള തോന്നലുകൊണ്ടാണ്. മനാഫ് എന്ന സഹോദരൻ 71 ദിവസം കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്നതാകുന്ന ആ ഗ്രാമത്തിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരനെ കിട്ടാൻ വേണ്ടി നിലകൊണ്ടു. യഥാർത്ഥത്തിൽ ഒരു മുതലാളി ഒരു തൊഴിലാളിയോട് എങ്ങനെ പെരുമാറണമെന്നുള്ള വളരെ മനോഹരമാകുന്ന ഒരു ചിത്രം കൂടി അവിടെ കാണിക്കുന്നുണ്ട്. മുതലാളിയാണ് അദ്ദേഹം, തൊഴിലാളിയല്ല. തന്റെ മുതലാളി തന്റെ തൊഴിലാളിയെ കണ്ടെത്താൻ വേണ്ടി കാത്തു നിൽക്കാൻ 71 ദിവസം. അവർക്കിടയിലുള്ള ആ സ്നേഹബന്ധം എത്ര രൂഢമൂലമായിരുന്നു എന്നുകൂടി ചേർത്ത് വായിക്കാം. അള്ളാഹു ആ സഹോദരന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അർജുൻ എന്ന സഹോദരന്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ, ശാന്തി പ്രദാനം ചെയ്യട്ടെ. മനാഫ് എന്ന സഹോദരനും അള്ളാഹു സന്തോഷവും റാഹത്തും അള്ളാഹു നസീബാക്കട്ടെ. അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ ഇന്ന് ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ട് ആശ്വാസം പകരുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനെയും ഭാര്യ, അദ്ദേഹത്തിന്റെ അമ്മ, കൂട്ടുകുടുംബാദികളെയൊക്കെ ഇരുത്തി അവർക്കൊരു ആശ്വാസം പകരുമ്പോഴും ആ സമയത്തും അവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള അവരെ തലശ്ശേരിയിലുള്ളതാകുന്ന ഒരു കുടുംബം
ഞാൻ കണ്ടു. ഒരു സഹോദരൻ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയും മകളും ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിൽ വന്നതാണ്, തലശ്ശേരിയിൽ വന്നതാണ്. ഞങ്ങൾ ഇന്ന് ഈ വീട്ടിൽ ഇവർക്കൊരു ആശ്വാസം പകരാൻ വേണ്ടി എത്തിയതാണ്. ഇത് ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയാണ്. ഇന്നലെ മീഡിയയിലൂടെ നമ്മൾ ആയിരങ്ങളെ കൊണ്ട്, അപ്പൊ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആലോചിച്ചോക്ക്, ഈ സഹോദരങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്ര സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ എല്ലാവരും കണ്ടു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്നേഹവും ഈ ഒരു മതമൈത്രിയും ഈ ഒരു സാഹോദര്യവും നമുക്കിടയിൽ നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ളതാകുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെയും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാടിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സംരക്ഷിക്കുന്നവരിൽ പ്രധാനികളാകുന്ന വ്യക്തിത്വങ്ങളായ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം.